ഈ ഒരു വോഡ്കയിലേക്ക് ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് 1-2 തുള്ളി അല്ലെങ്കിൽ 3 തുള്ളിയാലും കുഴപ്പമില്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് 3 തുള്ളി ഡയറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് ഫ്ലേവർ വരികയും ചെയ്യും. പിന്നെ ഇതൊന്ന് ചതഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ വോഡ്കയിലേക്ക് വരും. അതാണ് അതിൻ്റെ പ്രത്യേകത. അല്ല മുഴുവനും കൂടെ സ്ക്യൂസ് ചെയ്തിൻ്റെ ഒഴിച്ച് കഴിഞ്ഞാൽ നാരങ്ങയ്ക്ക് നമുക്കറിയാം ഒരു പ്രത്യേക കമർപ്പുണ്ട്. അപ്പോൾ ആ കമർപ്പോട് കൂടി കഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ഒന്നുമില്ല. സാധാരണ ഇതിൽ വോഡ്ക എല്ലാവരും കഴിക്കുന്നതാണ് നാരങ്ങ പിഴിഞ്ഞ് ഇതിൻ്റെ അകത്തൊക്കെ ഒഴിച്ചൊക്കെ. അത് വേറൊരു നിങ്ങൾ കഴിച്ചിട്ടുള്ളവർക്കറിയാം ഭയങ്കര പുളിയും ഒരു കമർപ്പും ഒക്കെ വരും. സോ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇത് നമുക്ക് ഒഴിവാക്കാം. പകരം നമുക്ക് നാരങ്ങയുടെ ഒരു ഫ്ലേവർ കിട്ടും. അത് നമുക്ക് പോരെ, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഫ്ലേവറിനായിട്ട് ജസ്റ്റ് ഇതുകൂടെ ഞാൻ ജസ്റ്റ് 2-3 തുള്ളി ഇത് ഒഴിച്ച ശേഷം ഇതും ഇതുപോലെ അങ്ങ് ഇടുന്നു. അപ്പോൾ ഇനി ഇവിടെ ആഡ് ചെയ്യുന്ന സാധനം വേറെ ഒന്നുമില്ല. അതാ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന മറ്റൊരു സാധനമാണ്. ഇതാണ് സാധനം. തക്കോലം എന്ന് പറയുന്നൊരു സാധനമാണ്. ഇംഗ്ലീഷിൽ സ്റ്റാർ എന്നാണ് സാധാരണ പറയുന്നത്. നമ്മുടെ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ സ്പൈസി ആയിട്ട് ഉപയോഗിക്കുന്ന